أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബാഹുൽ ഖൈർ, അഫ്കാർ സബാഹ്. ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന പരിശുദ്ധ ഖുർആൻ ഹദീസ് ഉദ്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെയും സലാമത്തിൻ്റെയും ഹിമായത്തിൻ്റെയും ഒരു നല്ല ദിവസമാക്കി അല്ലാഹു മാറ്റിത്തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, മുസീബത്തുകൾ, ദുരന്തങ്ങൾ, അത്യാപത്തുകൾ, രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും തങ്ങൾ പറയുന്നതായി മഹാനായ പ്രഗൽഭ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അനസ് റളിയല്ലാഹു അൻ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ് അൻസുറുഹു ഇദാ കാന മദ്ലൂമൻ അഫറഅയ്ത ഇദാ കാന ളാലിമൻ കൈഫ അൻസുറുഹു ഖാല തഹ്ജുസുഹു ഔ തംനഉഹു മിനൽ ളുൽം ഫഇന്ന ദാലിക നസ്റുഹു. അല്ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയതായി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ. അക്രമിയാണ് എങ്കിലും ആക്രമിക്കപ്പെട്ടവനാണ് എങ്കിലും നിന്റെ മുസ്ലിമായ സഹോദരനെ നീ സഹായിക്കുക. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്. ഒരാൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഉൻസുറുഹു ഇദാ കാന മദ്ലൂമൻ. ആക്രമിക്കപ്പെട്ടവനാകുമ്പോൾ ഞാൻ അവനെ സഹായിക്കാം. അഫറഅയ്ത ഇദാ കാന ളാലിമൻ കൈഫ ഉൻസുറുഹു. എന്നാൽ അക്രമിയാകുമ്പോൾ എങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടതെന്ന് തങ്ങൾ പറഞ്ഞു തന്നാലും. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, ഖാല തഹ്ജുസുഹു ഔ തംനഉഹു മിനൽ ളുൽം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അവനെ അക്രമം ചെയ്യുന്നതിൽ നിന്നും തടയുക. ഫഇന്ന ദാലിക നസ്റുഹു. അത് അവനെ സഹായിക്കലാണ്. അഥവാ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു മുസ്ലിമായ സഹോദരനെ ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മൾ ആ സഹോദരനെ, ആ അക്രമം ഏറ്റുവാങ്ങിയ സഹോദരനെ നമ്മൾ സഹായിക്കാറുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സംരക്ഷണം നൽകുകയോ നിയമപരമായി വല്ല സഹായം നൽകാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ അവനെ ഹോസ്പിറ്റലും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് സാധാരണയായി നാം ചെയ്തു വരുന്ന ഒരു സഹായങ്ങളാണ്. കാരണം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹായിക്കുക എന്നുള്ളത്. പക്ഷേ ആ ആക്രമിക്കപ്പെട്ട ആളിനെയും സഹായിക്കണമെന്നുള്ളതാണ്. അപ്പോഴാണ് സ്വഹാബി ചോദിച്ച, നബിയെ, അക്രമത്തിന് വിധേയമായ ആളെ നമുക്ക് സഹായിക്കാൻ കഴിയും, പക്ഷേ ഈ ആക്രമിക്കപ്പെട്ടവൻ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ അക്രമിയായ മനുഷ്യനെ അവൻ്റെ അക്രമത്തിൽ നിന്നും തടുക്കുകയും ആ അക്രമത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുകയും
ആ ആക്രമിക്കാൻ തുണിയുന്ന ആ ആ, തയ്യാറാകുന്ന ആ മുസ്ലിം സഹോദരനെ ആ അക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ആ, സാരോപദേശങ്ങൾ നൽകി ആ അക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളത് ആ സഹോദരനോട് ചെയ്യുന്ന സഹായമാണ്. അപ്പോൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് മുസ്ലിമായ അക്രമത്തിന് വിധേയമായ സഹോദരങ്ങളെയും നാം സഹായിക്കണം. അതുപോലെ തന്നെ അക്രമം ചെയ്യുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെയും ആ അക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ, ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പ്രഭാതത്തിൽ കേട്ട ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഏതെങ്കിലും രീതിയിലുള്ള അക്രമത്തിന് വിധേയമായ സഹോദരങ്ങളുണ്ട് എങ്കിൽ അവരെ സഹായിക്കുവാനും ആക്രമിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന സഹോദരങ്ങളെ ആ അക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയൊക്കെ നാം പരിശ്രമിക്കുക എന്നുള്ള നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. കാരണം അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വൽതക്കും മിൻകും യദ്ഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മയെ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമൂഹമാണ് നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അഥവാ നമ്മുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാകുന്ന മനുഷ്യരോടും, അതിൽ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ പേരിൽ വിശ്വാസം ഉൾക്കൊണ്ട സത്യവിശ്വാസികളോട് ഒരുപാട് ബാധ്യതകളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ ബാധ്യതകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹദീസിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതം ഒരുപാട് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ നന്മകൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.